പലർക്കും ഇഷ്ടപ്പെടാത്തതാണ് ഈ ഉപ്പുമാവ് അല്ലേ. എന്നുള്ളത് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നമുക്കൊന്ന് ഉണ്ടാക്കി കഴിച്ചാലോ. അപ്പോൾ അതിനായിട്ട് റോസ്റ്റഡ് വേർമിസെല്ലി എടുത്തിട്ടുണ്ട്. 200 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ ചൂടാക്കി കടുകിടുക, കടുക് പൊട്ടിക്കഴിഞ്ഞ് വറ്റൽമുളക്, അത് കഴിഞ്ഞ് ഒരു സവാളയും ഒരു ബീട്രൂട്ടും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വശക്കി എടുക്കാവുന്നതാണ്. ആ സവാളയുടെ ആ ഒരു പച്ചമണമൊക്കെ നമുക്ക് നന്നായിട്ട് മാറി കിട്ടണം. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഭാഗം പകുതി പോലും എടുത്തിട്ടില്ല, ഭാഗമാണ് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്കിതുപോലെ ഇളക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് നേരം കൂടെ നമുക്ക് മൂടി വെക്കാവുന്നതാണ്. ഈ വെള്ളം ഒന്ന് നമുക്ക് തിളച്ച് കിട്ടണം. ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ തിളയ്ക്കുന്നത് കാണാം. കുറച്ചുകൂടെ തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ വേർമിസെല്ലി ആഡ് ചെയ്യേണ്ടതാണ്. അത് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട ഇങ്ങനെ ഉരുണ്ട് വരുന്നതാണ്. അതുണ്ടാവാതിരിക്കാൻ ഇങ്ങനെ വേണം ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതായത് ഈ ഒരു വേർമിസെല്ലി അല്ലെങ്കിൽ സേമിയ ആ മലക്കറികളുടെ ഒപ്പം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റ് തരുമല്ലോ ഉപ്പുമാവിന്. അപ്പം തേങ്ങ ആഡ് ചെയ്തിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ചെറുതായിട്ട് അരിഞ്ഞതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. മല്ലിയില ആരോഗ്യത്തിന് ദോഷമൊന്നും അല്ലല്ലോ, നല്ലതല്ലേ. അപ്പോൾ ഇനി ഉപ്പുമാവ് ആരും ഇഷ്ടപ്പെടാതിരിക്കേണ്ട.